സാന്ത്വനം വരാനിരിക്കുന്ന ഒരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നമുക്ക് ഇന്നത്തെ റിവ്യൂലോട്ട് കിടക്കാം. ആകാശും മീനുവും ക്വാർട്ടേഴ്സിലായതുകൊണ്ട് തന്നെ ആകാശ് ഇത്തവണ മീനുമായിട്ട് തനിയെ ഓണം ആഘോഷിക്കുക എന്നാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ ആകാശ് വളരെ സന്തോഷത്തിലിരിക്കുമ്പോഴാണ് മീനു ആകാശിന്റെ വാക്ക് കേൾക്കാതെ ഗോമതിയുടെ അടുത്തോട്ട് പോകുന്നത്. മീനു ആണെങ്കില് ആകാശിനി എന്തൊക്കെ കരുതിയാലും ആകാശിനി എന്നെ ഉപേക്ഷിച്ചാലും ഈ ഓണം അച്ഛന്റെയും അമ്മയുടെയും കൂടെ വീട്ടിൽ തന്നെ ആഘോഷിക്കുമെന്ന് തീരുമാനിക്കുകയാണ്. തലേ ദിവസം തന്നെ മീനു ഗോമതിയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. ഗോമതിയുടെ അടുത്ത് നിൽക്കുന്ന സുഖമൊന്നും തനിയെ പോയി ക്വാർട്ടേഴ്സിൽ ജീവിക്കുമ്പോൾ മീനുവിന് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഫുഡ് ഒന്നും ഉണ്ടാക്കാതെ ആകാശിനെ പിണക്കിക്കൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഗോമതിയുമായിട്ടും മിത്രയുമായിട്ടും ദേവിയായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ദേവി വീണ്ടും തിരികെ വീട്ടിലോട്ട് വന്നു കേട്ടോ. വീട്ടിലൊരു വിശേഷം നടക്കുമ്പോ ദേവിയെ കൂട്ടിക്കൊണ്ടു വരാനായിട്ട് പറയുകയാണ്. അതുകൊണ്ട് ദേവി തിരികെ വീട്ടിലോട്ട് തന്നെ വരുന്നുണ്ട്. അങ്ങനെ ഗോമതി ചോദിക്കുന്നുണ്ട്, ആകാശ് വൈകിട്ടാവുമ്പോ ഇങ്ങോട്ട് വരില്ലേ? ആ, വരുന്നുണ്ടാവും. എന്താടി നിനക്കതിലൊരു ഉറപ്പില്ലാത്തത്? എന്റെ അമ്മേ, അവൻ വരുമോ വരാതിരിക്കോ അതൊക്കെ അവന്റെ ഇഷ്ടം. ഞാൻ വന്നില്ലേ അതുപോരെ. അവനെ എന്റെ മോനല്ലേടി, എനിക്ക് ചോദിക്കണ്ടേ എന്റെ മോൻ ഇങ്ങോട്ട് വരുമോ ഇല്ലേ എന്ന്? എന്നാ ഒരു കാര്യം ചെയ്യ്, അമ്മ തന്നെ ആകാശിനെ വിളിച്ച് ചോദിക്ക് ആകാശ് ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന്. ഞാൻ ചോദിക്കും, കുറച്ചു നേരം കഴിയട്ടെ എന്ന് കരുതിയിട്ടാ. അടുക്കളയിലെ അത്രയും പണിയുണ്ട്. വന്നേ, വന്ന് എല്ലാവരും ഒന്ന് സഹായിച്ചേ എന്നും പറഞ്ഞ് എല്ലാവരെയും അടുക്കളയിലോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ മീനുവും ദേവിയും മിത്രയും അനുവും ഗോമതിയും ഒക്കെ ചേർന്ന് അടുക്കളയിൽ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുക. ഈ സമയത്താണ് ആകാശ് വിളിക്കുന്നത്. ആകാശ് അത്രയും വൈകിട്ടും മീനാക്ഷി വരാത്തത് കൊണ്ടാണ് ഒന്ന് വിളിക്കുന്നത്. അങ്ങനെ ഈ സമയത്ത് കോള് വരുന്നത് കാണുമ്പോ അനു പറയുന്നുണ്ട്, ഏട്ടത്തി ഏട്ടനെ വിളിക്കുന്നേ. ഓ, നീ അതെ സ്പീക്കറിലിട്ടാ മതി. അല്ല ചേച്ചി സംസാരിച്ചോ? ഇനി വേണ്ടടി, നിന്റെ ഏട്ട എന്ത് സംസാരിക്കാനാ, നീ സ്പീക്കറിലിട്ടേക്ക് എന്നും പറഞ്ഞ് സ്പീക്കറിലിടിയിക്കുന്നുണ്ട്. അങ്ങനെ ആകാശ് എടുത്ത വഴിക്ക് തന്നെ ചോദിക്കുന്നുണ്ട്, മീനു നീ എവിടെയാ? എന്ത് ചോദ്യം ആകാശേ? നാളെ ഓണമല്ലേ, ഞാൻ വീട്ടിലേക്ക് പോന്നു. ആരുടെ വീട്ടിലേക്ക്? നിന്റെ വീട്ടിലേക്കോ? എന്റെ വീട്ടിലോട്ടല്ല, നമ്മുടെ വീട്ടിലോട്ട്. നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ദേ മീനു, ഞാൻ പറഞ്ഞതാ ക്വാർട്ടേഴ്സിൽ ആഘോഷിക്കാം ഇത്തവണത്തെ ഓണമെന്ന്. അപ്പൊ നീ എന്തിനാ അങ്ങോട്ട് പോയത്? അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നേ. മതി നീ അവിടെ നിന്നത്. വേഗം ഇങ്ങോട്ട് പോന്നേ. നമുക്കിവിടെ എന്തൊക്കെ പണിയുള്ളതാ. നീ വാ. ദേ ആകാശേ, ഞാൻ വരാനൊന്നും പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ ഓണം ആഘോഷിക്കുന്നേ. നീ അവിടെ തനി ആഘോഷിച്ചോ. എന്റെ പൊന്നു മീനു, ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. അയ്യോ, അങ്ങനെ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ ഈ സംസാരം. അങ്ങനെ മീനാക്ഷി പറയുന്നുണ്ട്, ആ ഫോണിങ്ങനെ എടുത്തു തരുമോ? ആ സ്പീക്കർ ഒന്ന് ഓഫ് ചെയ്യാനാണെന്നുള്ള മട്ടില് കൈ കൊണ്ടും മുഖം കൊണ്ടും കാണിക്കുന്നുണ്ട്. എന്ന ഗോമതി പറയുന്നുണ്ട് മിണ്ടാതിരിക്കാൻ. അങ്ങനെ ആകാശ് പറയുന്ന എല്ലാം കേൾക്കാനായിട്ടാണ് ഗോമതി മിണ്ടാതിരിക്കാൻ പറയുന്നത്. എന്റെ പൊന്നു മീനു, നീ എന്തിനാ അവിടെ പോയി നിൽക്കുന്നേ? ഞാൻ പോലും അങ്ങോട്ട് വരുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞതല്ലേ ഇത്തവണ നമ്മൾ മാത്രമായിട്ട് ഓണം ആഘോഷിക്കുക എന്ന്. എന്തിനാ നീ അങ്ങോട്ട് പോയത്? നമ്മളിവിടെ തനിയെ ഭക്ഷണം ഉണ്ടാക്കി ഒരുമിച്ചിരുന്ന് കഴിച്ച് പരസ്പരം എത്ര സന്തോഷത്തോടു കൂടി ഓണം ആഘോഷിക്കുക. നീ എന്തിനാ അങ്ങോട്ട് പോയത്? അതല്ലായിരുന്നോ എന്റെ ആഗ്രഹം? ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോ ഗോമതിക്ക് ദേഷ്യം വരുന്നുണ്ട്. അതെന്താടാ, നിനക്ക് ഇങ്ങോട്ട് വന്നാല് നിനക്കും നിന്റെ ഭാര്യയ്ക്കും തനിയെ ഓണം ആഘോഷിക്കാന്നാണോ? പെറ്റ തള്ളയുടെ അടുത്തോട്ട് വന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും നിനക്ക് സമയമില്ലാത്ത ജോലിയല്ലേ ഇപ്പോ? വലിയ ഗവൺമെന്റ് ജോലിക്കാരനല്ലേ? അത് പിന്നെ അമ്മേ, ഞാൻ കേട്ടടാ നീ പറഞ്ഞതെല്ലാം. എന്തായാലും നിന്റെ ഭാര്യ അങ്ങോട്ട് വരുന്നില്ല എന്നാ പറഞ്ഞത്. നീ അവിടെ ഇരിക്കെ. അതും അല്ലെങ്കില് അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളും കാണണമെന്നുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് ഗോമതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും എന്റെ മീനു, ഇവനിത് എന്തു മാറ്റാ സംഭവിച്ചേ? ഇവന് പണ്ടത്തെ പോലെയല്ല. അല്ല, ഇനി അമ്മ എന്റെ ദേഹത്തോട്ടിട്ടോ ഞാനാണിനി അവൻ എങ്ങനെ ആക്കിയെന്ന് പറഞ്ഞോ? അത് ഞാൻ ഒരിക്കലും പറയാൻ പോകുന്നില്ല. ഇന്നത്തെ കാലത്ത് മരുമക്കളാ അമ്മായിയമ്മയുടെ അടുത്തോട്ട് വരണ്ട എന്ന് വാശി പിടിക്കുക. പക്ഷെ നീ അങ്ങനെയല്ല. എന്റെ മകനാ, സ്വന്തം അച്ഛനും അമ്മയും വേണ്ടാത്തത്. അവന് വേണമെങ്കിൽ അവൻ ഇങ്ങോട്ട് വന്നോട്ടെ. മിത്ര മീനുവിനോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി ചേച്ചീനെ ചെന്നില്ലെങ്കിൽ എന്തെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടാവാൻ? അവന് വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ. തനിയെ ഓണം ആഘോഷിക്കാൻ പറ്റുമെങ്കിൽ അവനങ്ങ് ആഘോഷിക്കട്ടെ. നീ എന്തായാലും നമ്മുടെ പണികൾ നോക്ക്. അങ്ങനെ വളരെ സങ്കടത്തോടു കൂടി ആകാശ് ഇരിക്കുന്ന സമയത്താണ് കോളിംഗ് ബെൽ അടിക്കുന്നത്. തുറന്നു നോക്കുമ്പോ മറ്റാരും ആയിരിക്കില്ല.
ആര്യനായിരിക്കും. എന്താ ആര്യ, നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ? ഏട്ടൻ വാ, ഡോർ അടയ്ക്ക്, നമുക്ക് പോവാം. എങ്ങോട്ട് പോവാന്ന്? നാളെ ഓണമല്ലേ ഏട്ടാ, ഏട്ടൻ ഇങ്ങ് വന്നേ, നമുക്ക് വീട്ടിലോട്ട് പോവാം. അത് വേണ്ട, ഞാൻ അങ്ങോട്ട് വന്നാല് അച്ഛൻ എന്തെങ്കിലുമൊക്കെ പറയും. അത് കേട്ടാ എനിക്കിങ്ങനെ മിണ്ടാതിരിക്കാനൊന്നും പറ്റില്ല. ഏട്ടാ ഒന്നും പറയില്ല, ഓണത്തിന് നമ്മൾ എല്ലാവരും ഒരുമിച്ചുണ്ടാവണ്ടേ. ഏട്ടൻ ഇങ്ങ് വന്നേ. അങ്ങനെ ആകാശിനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. വീട്ടിലെത്തുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടെ അവിടെ നടക്കുന്നുണ്ടായിരിക്കും. എല്ലാവർക്കും ഓണത്തിന് അവരവരെ വീട്ടിൽ നിന്ന് ഡ്രസ്സുകളെല്ലാം കൊണ്ടു കൊടുക്കുന്നത് കാണുമ്പോൾ ഗോമതിക്ക് വലിയ സങ്കടമാവുന്നുണ്ടായിരിക്കും. സുകന്യയുടെ വീട്ടിൽ നിന്നും മീനുവിന്റെ വീട്ടിൽ നിന്നും ദേവിയുടെ വീട്ടിൽ നിന്നെല്ലാം ഡ്രസ്സും പലഹാരങ്ങളുമായിട്ട് വീട്ടിലോട്ട് വന്ന് അവർക്ക് കൊടുക്കുന്നതൊക്കെ കാണുമ്പോൾ ധർമ്മന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ഗോമതി, ഇത്രയും നാളായിട്ട് എന്റെ വീട്ടിൽ നിന്ന് ഒരു തരി തുണിക്കഷ്ണം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. എടാ ധർമ്മ, നിനക്ക് ഇന്നേ വരെ തോന്നിയിട്ടുണ്ടോ നിന്റെ കയ്യിൽ നിന്നെടുത്ത് എനിക്കൊരു കഷ്ണം തുണിയെങ്കിലും വാങ്ങിത്തരാനായിട്ട്? ഇതുപോലെ വല്ല ഓണോ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലോ എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? നീ ഇതുവരെ എനിക്ക് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നിങ്ങനെ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്. അത് പിന്നെ ചേച്ചി, അങ്ങനെ ഇത് ധർമ്മന് മനസ്സിൽ വല്ലാണ്ടങ്ങ് തട്ടുന്നുണ്ടായിരിക്കും. അങ്ങനെ ധർമ്മൻ നേരെ പോയി ചേച്ചിക്ക് സാരിയും കുറച്ച് ഫ്രൂട്ട്സും സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് വരുന്നുണ്ട്. ഇതേ സമയത്താണ് ആകാശും ആര്യനും അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ധർമ്മൻ ഒരു കവറിൽ കുറച്ച് സാധനങ്ങളായിട്ട് വരുന്നത് കാണുമ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട്, എന്താടാ ഇതില്? ഈ സമയത്ത് ബാലനും കാണും അവിടെ. എന്താടാ കവറില്? സുകന്യോട് പറയുന്നുണ്ട്, നീ പോയിട്ട് ഒരു തട്ടെടുത്തിട്ട് വാ. എന്ത് തട്ട്? ഭക്ഷണം കഴിക്കാൻ എടുക്കുന്ന തട്ടാണോ? ഞാൻ തന്നെ എടുത്തോളാം എന്നും പറഞ്ഞ് ധർമ്മം പോയി ഒരു തട്ടെടുക്കുന്നുണ്ട്. ആ തട്ടിലേക്ക് ഫ്രൂട്ട്സും സ്വീറ്റ്സും മുല്ലപ്പൂവും ഒരു സാരിയും വെക്കുന്നുണ്ട്. അതിനുശേഷം അത് ചേച്ചിയുടെ നേരെ നീട്ടുന്നുണ്ട്. ചേച്ചിയല്ലേ പറഞ്ഞത് ഇന്നേ വരെ ചേച്ചിക്ക് വിശേഷ ദിവസങ്ങളിൽ ഒന്നും കിട്ടിയിട്ടില്ല എന്ന്. ഇത് ചേച്ചിക്കുള്ളതാ, ചേച്ചി വാങ്ങിക്ക്. ഇത് കണ്ട് ഗോമതിയുടെ കണ്ണ് നിറയുന്നുണ്ട്. എടാ നീ, ചേച്ചി പറഞ്ഞത് എനിക്കെന്റെ മനസ്സ് തട്ടി. ഇന്നേ വരെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ചേച്ചിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരണോ എന്ന്. എന്റെ കയ്യിൽ പൈസയും ഉണ്ടാവാറില്ല. അതുകൊണ്ടാ ഞാൻ ചേച്ചിക്കൊന്നും വാങ്ങിച്ചു തരാതിരുന്നത്. അങ്ങനെ ഇത് വാങ്ങിക്കെന്നും പറഞ്ഞ് ചേച്ചിക്ക് കൊടുക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി ഗോമതി അത് വാങ്ങിക്കുന്നുണ്ട്. വാങ്ങിച്ചതിന് ശേഷം സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട്, ആദ്യമായിട്ടാ എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഒരു കഷ്ണം തുണി കിട്ടുന്നത്. എന്റെ അനിയൻ എനിക്ക് തന്നതാ ഈ സാരി. ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല. ചേച്ചി, ചേച്ചി വിചാരിക്കും പോലെ ഇതിനത്ര പൈസയൊന്നുമില്ല. എന്നെ കൊണ്ടാവുന്നതുപോലെ ആ വിലയ്ക്കൊത്ത സാരിയെ ഞാൻ ചേച്ചിക്ക് വാങ്ങിച്ചിട്ടുള്ളത്. അളിയന് ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല. അതൊന്നും വേണ്ടടാ എന്ന് ബാലൻ പറയുന്നുണ്ട്. എടാ അതിലൊക്കെ എന്താടാ കാര്യം? ഇനി ഒരു കഷ്ണം ടവലാണെങ്കിലും അത് നിന്റെ കൈകൊണ്ട് എനിക്ക് കിട്ടുമ്പോ അതിന് എത്രമാത്രം വാല്യൂ ഉണ്ടെന്ന് നിനക്കറിയോ? എന്തായാലും ഈ ചേച്ചിക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ധർമ്മനെ. അവിടെ നിൽക്കുന്ന എല്ലാവർക്കും സന്തോഷാവുന്നുണ്ടായിരിക്കും. സുകന്യയുടെ മുഖം അത്രയങ്ങ് തെളിയുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ ഇനി എല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷം ഗോമതി റൂമിൽ ചെന്നതിന് ശേഷം ആ സാരി എടുത്ത് മറച്ചും തിരിച്ചും വെച്ച് നോക്കുന്നുണ്ട് കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്ന്. നല്ല ഭംഗിയുണ്ടല്ലേ? എൻ്റെ എൻ്റെ അനിയൻ വാങ്ങിച്ചു തന്നതാ. എന്തായാലും എനിക്ക് ഈ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിലും അപ്പുറ എന്നൊക്കെ ഗോമതി ഇങ്ങനെ ബാലന്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ബാലൻ റൂമിൽ നിന്ന് പുറത്തോട്ട് വരുന്നുണ്ട്. എടാ ധർമ്മ, നീ വാങ്ങിച്ച സാരി മേല് വെച്ച് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. അവളത് താഴത്ത് വെച്ചിട്ടേ ഇല്ല. അവളുടെ ഒരു സന്തോഷേ. എന്തായാലും നന്നായി എന്നൊക്കെ ധർമ്മന്റെ അടുത്ത് ബാലൻ പറയുന്നു. അതിനുശേഷം ബാലൻ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. എടാ ഈ പൈസ നിനക്ക് എവിടുന്നാ? കടയിൽ നിന്ന് എടുത്തതാണോ? ഇത് കേൾക്കുമ്പോ ധർമ്മന്റെ മുഖം ഒന്ന് മാറുന്നുണ്ട്. അല്ല, നിന്റെ അടുത്ത് പൈസ ഒന്നും കാണില്ലല്ലോ, ഇനി കടയിലത്തെ പൈസ എന്നോട് ചോദിക്കാതെ നീ എടുത്തോ? ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോ ധർമ്മൻ കുറച്ചു നേരം ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ആര്യനും ആകാശും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ആകാശാണെങ്കിൽ ഇപ്പൊ കുറച്ച് സ്ട്രോങ് ആയിരിക്കും. കാരണം ജോലിയൊക്കെ കിട്ടി ഇപ്പൊ സ്വന്തം കാലിൽ നിൽക്കുവല്ലേ. അച്ഛന്റെ ചെലവിലല്ല ജീവിക്കുന്നത്. അതെന്താച്ചാ, മാമന് അച്ഛന്റെ കടയിൽ നിന്ന് തന്നെ പൈസ എടുക്കണമെന്നുണ്ടോ? മാമന് കയ്യിൽ പൈസയൊന്നും ഉണ്ടാവില്ലേ? അല്ല, അച്ഛനിപ്പൊ നക്കാപ്പിച്ച കൊടുക്കുന്ന 50ഉം 100ഉം വെച്ച് എന്ത് സേവിങ്സ് ഉണ്ടാവാനാ അല്ലേ? അത് പിന്നെ അളിയ, ഇത് അളിയന്റെ കടയിൽ നിന്ന് എടുത്ത പൈസയൊന്നും അല്ല. സുകന്യയുടെ വീട്ടിൽ നിന്ന് അവര് വന്നപ്പോ എനിക്ക് പൈസ തന്നില്ലേ, ആ പൈസ കൊണ്ടാ ഞാനിത് വാങ്ങിച്ചത്.
അളിയന്റെ കടയിൽ നിന്നും ഞാൻ ഒന്നും എടുത്തിട്ടില്ല. അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഇത് കേട്ട് സുകന്യക്ക് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സുകന്യ ധർമ്മന്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് അതാ പറഞ്ഞത്, ഈ കടയില് പലചരക്ക് സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ നിന്നിട്ടൊന്നും നിങ്ങൾക്കൊന്നും കിട്ടില്ല. എനിക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ഞാൻ നിങ്ങളുടെ ചേച്ചിയുടെ മുന്നിൽ കൈനീട്ടണം. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 10 രൂപ പോലും എനിക്ക് എടുത്തു തരാനുണ്ടായിരിക്കില്ല. ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിലും നല്ലത് എനിക്ക് എന്റെ വീട്ടിൽ പോയി നിന്നാ മതിയായിരുന്നു. എന്റെ അച്ഛൻ എന്നെ പൊന്നുപോലെ നോക്കിയേനെ. സുകന്യെ, നീ ഇങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ ഞാൻ എന്ത് പറയാനാ? നിങ്ങളുടെ ഏട്ടൻ നിങ്ങളോട് കട ഇട്ട് തരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇന്നേ വരെ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചോ? അത് പിന്നെ എങ്ങനെയാ അളിയനോടും ചേച്ചിയോടും അത് പറയാന്ന് കരുതിയിട്ടാ. നിങ്ങളൊന്നും പറയണ്ട. ഇപ്പോഴും ഇവരുടെയൊക്കെ ആട്ടും തുപ്പും കേട്ട് ഇങ്ങനെ നിന്നോ? അതിനൊക്കെ തന്നെയാ നിങ്ങളെ കൊണ്ട് പറ്റൂ. ഞാനൊരു കാര്യം പറയാം. നാളെ ഓണവാ. ഓണത്തിന് എന്തായാലും ഉച്ചയ്ക്ക് ശേഷം എനിക്ക് എന്റെ വീട്ടിലോട്ട് പോണം. ഇനി എത്രയൊക്കെ തിരക്കാണെങ്കിലും നിങ്ങൾ എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ഈ സുകന്യയുടെ തനി സ്വഭാവം നിങ്ങൾ കാണും. ഞാൻ കൊണ്ടുപോവാൻ സുകന്യയെ. എന്തായാലും നാളെ നമുക്ക് പോവാം എന്ന് പറയുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ നേരത്തെ തന്നെ ഗോമതി എല്ലാവരെയും വിളിച്ചുണർത്തുന്നുണ്ട്. ആകാശിനെയും മീനുവിനെയും ആര്യനെയും മിത്രയെയും ദേവിയെയും ആനന്ദിനെയും ഒക്കെ വിളിക്കുന്നുണ്ട്. സുകന്യയെയും ധർമ്മനെയും വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരെയും വിളിക്കുന്നു. അങ്ങനെ മീനു ഇത് കേട്ടിട്ടും നല്ല ഉറക്കത്തിലായിരിക്കും. ആകാശ് മീനുവിനെ വിളിക്കുന്നുണ്ട്. മീനു, അമ്മ വിളിക്കുന്നുണ്ട്, എഴുന്നേക്ക്, നീ പോയി കുളിക്ക്. ഈ ഒരു ഞായറാഴ്ചയെങ്കിലും ഞാനൊന്ന് സുഖമായിട്ട് ഉറങ്ങട്ടെ. ഇന്ന് എന്തായാലും ജോലിക്കൊന്നും പോകണ്ടല്ലോ. ഞാൻ പറഞ്ഞോളാം അമ്മയുടെ അടുത്ത്. നീ പറഞ്ഞോളാന്നോ? ആ, ഞാൻ പറഞ്ഞോളാം. ഉറക്കത്തിലിങ്ങനെ പറയാണ് കേട്ടോ മീനു. ശരി, നീ പറഞ്ഞോ. അങ്ങനെ ആകാശം പൊതച്ച് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ആര്യൻ മിത്രയെ വിളിക്കുന്നുണ്ട്. മിത്രയും ഇതേ ഡയലോഗാ പറയുന്നേ. ഇന്ന് അവധിയല്ലേ, എന്തിനാ ഇത്ര നേരത്തൊക്കെ നീക്കുന്നേ? അമ്മ വിളിക്കുന്നുണ്ട്, ഇന്ന് ഓണമല്ലേ, നീ പോയിട്ട് കുളിക്ക്. അങ്ങനെ മിത്ര പതിയെ എഴുന്നേറ്റ് കുളിക്കാൻ കയറുന്നുണ്ട്. അതുപോലെ സുഗനയും ധർമ്മനും ദേവിയും ആനന്ദും ഒക്കെ എഴുന്നേൽക്കുന്നുണ്ട്. ഇതൊന്നും അറിയാതെ വീണ്ടും ആകാശം മീനുവും നല്ല ഉറക്കത്തിലായിരിക്കും. അങ്ങനെ പിന്നീടായിട്ട് അനുവിനെയാണ് കാണിക്കുന്നത്. അനു ആണെങ്കിൽ ഉറക്കച്ചടവിൽ ഇങ്ങനെ ഇരിക്കുക. റൂമില്ലാത്ത കാരണം അനുവും ഗോമതിയും ബാലനും ഹാളിലായിരിക്കും കിടക്കുക. അവിടെ ഇങ്ങനെ നീറ്റിയിരിക്കുന്നുണ്ട്. എന്റെ അമ്മേ, ഇന്നെങ്കിലും കുറച്ചു നേരം ഉറങ്ങാന്ന് കരുതിയതാ. ഈ 4 മണിയൊക്കെ ആകുമ്പോ വിളിക്കുന്നത് കുറച്ചു കൂടുതലല്ല അമ്മേ. എന്തിനാ ഇത്ര നേരത്തൊക്കെ എഴുന്നേക്കുന്നേ? മര്യാദക്ക് നീ പോയിട്ട് കുളിച്ചോ. ബാലേട്ടാ, നിങ്ങൾ പറയുന്നുണ്ടോ? അവള് കുറച്ചു നേരം ഇരിക്കട്ടെ, എന്നിട്ട് അവള് പോയി കുളിച്ചോളും. അങ്ങനെ ഓണത്തിനെടുത്ത പുതിയ ഡ്രസ്സ് ബാലനും ഗോമതിയും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോഴും മീനു ആകാശം എഴുന്നേറ്റ് കാണില്ല. എല്ലാവരും കുളിച്ച് വന്നിട്ടും മീനുവിനെ കാണാനില്ലല്ലോ എന്നിങ്ങനെ ഗോമതി പറയുന്നുണ്ട്. അങ്ങനെ മിത്ര പോയി വിളിക്കുന്നുണ്ട്. മീനുവിന്റെ കതകില് തട്ടി. മീനു ആണെങ്കിലോ കുളിച്ചു കാണില്ല. അങ്ങനെ കതക് തുറക്കുന്നത് കാണുമ്പോ ഗോമതി ഞെട്ടുന്നുണ്ട്. ഇത്രയും നേരായിട്ട് നീ കുളിച്ചില്ലേ? അങ്ങനെ അനുവിനെ നോക്കുന്നുണ്ട്. ഓ, അനുവും ഞാനും മാത്രാണല്ലേ കുളിക്കാത്തത്. ഇപ്പൊ വരാം, ഒരു 5 മിനിറ്റ് എന്നും പറഞ്ഞ് വേഗം തന്നെ കുളിക്കാനായിട്ട് പോകുന്നുണ്ട്. കുളിച്ച് സുന്ദരിയായിട്ട് മീനു വരുന്നു, വിളക്ക് വെക്കുന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി അടുക്കളയില് ജോലി ചെയ്തുകൊണ്ട് നിൽക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നിൽക്കുവാണ് ഗോമതിയും മിത്രയും ദേവിയും അതുപോലെ മീനുവും അനുവും ഒക്കെ. അതിനിടയില് മീനു ചോദിക്കുന്നുണ്ട്, നമുക്കിന്ന് ഒരു സിനിമയ്ക്ക് പോവായിരുന്നു. അതെ, കൊണ്ടുപോയത് തന്നെ ആയിരിക്കും. ബാലേട്ടന് അതൊന്നും ഇഷ്ടമല്ല. അപ്പോഴാണ് ആനന്ദ് അടുക്കളയിലോട്ട് വരുന്നത്. ആനന്ദ് ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുന്നുണ്ട്. അടുക്കള ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആനന്ദിന് പോയി വെള്ളം എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വെള്ളം ചോദിക്കുന്നത്. ആനന്ദേട്ടാ, ചുടുവെള്ളം വേണോ തണുത്ത വെള്ളം വേണോ? ഏത് വെള്ളം വേണ്ട ആനന്ദേട്ടന്? എന്താ ആനന്ദ് വലിയ ദേഷ്യത്തിലാണല്ലോ ദേവിയുടെ അടുത്ത്. ദേവി ഇങ്ങനെ സോപ്പിടാനായിട്ടാ ചോദിക്കുന്നേ. എനിക്ക് പച്ചവെള്ളം മതി. അങ്ങനെ വെള്ളം എടുത്തു കൊടുക്കാൻ നേരത്ത് ഗോമതി പറയുന്നുണ്ട്, അവൻ വെള്ളം എടുത്ത് കുടിക്കാറുള്ളതല്ലേ, നീ എന്തിനാ ഇങ്ങനെ ഓമനിച്ച് പുറകെ നടക്കുന്നേ? അവൻ എടുത്ത് കുടിച്ചോളും. അപ്പോ അങ്ങോട്ട് കിടക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് ആനന്ദ് പറയുന്നു. അങ്ങനെ അനു വെള്ളം എടുത്തു കൊടുക്കുന്നുണ്ട്. വെള്ളം കുടിച്ചുകൊണ്ട് ആനന്ദ് അവിടെ നിന്ന് പോവാണ്. ഈ സമയത്ത് മീനു ദേവിയോട് ചോദിക്കുന്നുണ്ട്, ദേവിയെടുത്തി ഓണത്തിന് സിനിമയ്ക്ക് പോയിട്ടുണ്ടോ? ആ, ഞാൻ പോയിട്ടുണ്ട്. അത് ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാ ഞാൻ സിനിമയ്ക്ക് പോയത്. ഓണസമയത്ത് എനിക്ക് നല്ല ഓർമ്മയാ. അത് 2010-ലാ. ഇത് കേൾക്കുമ്പോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ഈ സംസാരം ആനന്ദ് കേൾക്കുന്നുണ്ടായിരിക്കും. ആനന്ദ് അടുക്കളയിൽ എന്താ സംസാരിക്കുന്നതെന്ന് എടുത്തു ചെന്ന് കേൾക്കാണ്. അങ്ങനെ
ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് മിത്ര പറയുന്നുണ്ട്. ഏട്ടത്തി, അത് അത് പിന്നെ 2010 ഏട്ടത്തി 10ാം ക്ലാസ്സിലെങ്കിൽ ഏട്ടത്തിക്കിപ്പോ 30 വയസ്സായില്ലേ. ഇത് കേട്ട് ആകെ കൂടെ ഞെട്ടുന്നുണ്ട് ദേവി. എന്നാ ഗോമതി പറയുന്നുണ്ട്, അതെങ്ങനെയാ മിത്രേ, ആനന്ദിന് കൂടെ 30 വയസ്സായിട്ടില്ല, പിന്നെ എങ്ങനെയാ ദേവിക്ക് 30 വയസ്സാവുന്നേ? ദേവിയാണെങ്കിൽ എന്താ പറയണ്ടേന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ഇതേ സമയത്ത് ആനന്ദ് അവിടെ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. ഇതെല്ലാം ആനന്ദ് കേൾക്കുന്നുണ്ട്. ആനന്ദ് ചെവി ഓർത്ത് നിൽക്കുകയാണ്. അങ്ങനെ ദേവി കുറച്ചു നേരം ഒന്ന് പതറുന്നുണ്ട്. വീണ്ടും മിത്ര ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി, ചേച്ചി ഒന്നും പറയാത്തെ? എനിക്ക് കുറച്ച് സമയം താ, ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്താലോചിക്കട്ടെ എന്ന്? അല്ല, അത് പിന്നെ അത് ഞാൻ 2 തവണ സിനിമയ്ക്ക് പോയിരുന്നു. ഒന്ന് ഞാന് 5ാം ക്ലാസ് പഠിക്കുമ്പോഴാ. ചേച്ചിയല്ലേ പറഞ്ഞത് 1 തവണയേ സിനിമയ്ക്ക് പോയിട്ടുള്ളൂ എന്ന്. ഇപ്പൊ എങ്ങനെ 2 തവണയായത്? അത് എനിക്ക് ഓർമ്മയില്ലാത്തോണ്ടാ. 1 തവണ ഞാൻ ഓണത്തിനും പോയി, 1 തവണ വിഷുവിനും പോയി. അതാ. പിന്നെ ഞാൻ 10ാം ക്ലാസ്സിലൊന്നും സിനിമയ്ക്ക് പോയിട്ടില്ല. 10ാം ക്ലാസ്സിലല്ലെങ്കിലും ആരെങ്കിലും സിനിമയ്ക്കൊക്കെ പോവോ? പഠിക്കേണ്ട സമയല്ലേ. എന്നെ സിനിമയ്ക്കൊന്നും കൊണ്ടുപോയിട്ടില്ല. എന്തൊക്കെയോ സംശയമുള്ളതുപോലെ മിത്രയും മീനുവും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ഞാൻ സത്യ പറയുന്നേ, അല്ലാന്ന് പറഞ്ഞില്ലല്ലോ ചേച്ചി. അല്ല, ഞാനേ പെട്ടെന്ന് ചോദിച്ചപ്പോ എനിക്കെന്തോ മറന്നുപോയതാ. 5ാം ക്ലാസ് പഠിക്കുമ്പോഴാ ഞാൻ സിനിമയ്ക്ക് പോയത്, ഓണത്തിന്റെ അന്ന്. 10ാം ക്ലാസ് പഠിക്കുമ്പോഴൊന്നും അല്ല. ഇതൊക്കെ കേട്ട് ആനന്ദിന് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. ദേവി കിടന്ന് പതറുന്നത് കാണുമ്പോ ആനന്ദ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവൾ ഇങ്ങനെ ടെൻഷൻ അടിക്കണമെങ്കിൽ ഇക്കാര്യത്തിലും ഇവള് കള്ളം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കണ്ടുപിടിച്ചേ പറ്റൂ. വയസ്സിന്റെ കാര്യത്തിലും കള്ളം പറഞ്ഞിട്ടാ ഇവൾ ഈ വീട്ടിലോട്ട് കയറി വന്നിരിക്കുന്നേ എന്ന് ആനന്ദ് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ആനന്ദ് റൂമില് ദേവിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ ദേവി റൂമിലോട്ട് വരുമ്പോ ദേവിയോട് ചോദിക്കുന്നുണ്ട്, ദേവി, നിന്റെ ആധാർ കാർഡ് എവിടെ? അതിങ്ങെടുത്തേ. അത് ആധാർ കാർഡ്? അതെന്തിനാ ആനന്ദേട്ടാ ഇപ്പൊ ആധാർ കാർഡ്? എനിക്ക് നിന്റെ വയസ്സിന്റെ കാര്യത്തില് ഒരു സംശയമുണ്ട്. നിന്റെ ആധാർ കാർഡ് കാണിക്ക്, ഞാൻ നോക്കട്ടെ. അതെന്താ ആനന്ദേട്ടാ അങ്ങനെ? നിങ്ങളവിടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. നിന്റെ സംസാരത്തില് നല്ല പതർച്ച ഉണ്ടായിരുന്നു. നീ ഇങ്ങനെ പതറുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, എന്തോ കള്ളത്തരം അതിലും നീ കാണിച്ചിട്ടുണ്ട്. ആധാർ കാർഡ് ഇങ്ങ് എടുക്ക്. ആനന്ദേട്ടൻ ഇങ്ങനെ സംശയിച്ചാലോ എന്നെ? ആധാർ കാർഡ് നിന്നോടാ പറഞ്ഞത് ആധാർ കാർഡ് എടുക്കാനായിട്ട്. അത് എവിടെ വെച്ചെന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ടാ. അതൊന്നും നിനക്ക് അറിയാത്തെ? മര്യാദയ്ക്ക് നാളെ രാവിലെ എനിക്ക് ആധാർ കാർഡ് കിട്ടിയിരിക്കണം. ഇനി നീ എവിടെ വെച്ചാലും ഇല്ലെങ്കിലും എനിക്കത് തന്നേ പറ്റൂ എന്ന് ആനന്ദ് പറയുന്നുണ്ട്. ആനന്ദേട്ടാ, ഇത്രയും ആനന്ദേട്ടൻ എന്നെ വിശ്വാസം ഇല്ലാതെയോ? വിശ്വാസം ഇല്ലടി. അങ്ങനത്തെ കാര്യങ്ങളാ നീയും നിന്റെ വീട്ടുകാരും എന്നോടും എന്റെ കുടുംബത്തോടും ചെയ്തത്. അതുകൊണ്ട് തന്നെയാ നിന്നെ വിശ്വാസം ഇല്ലാത്തത്. ഇക്കാര്യത്തിലും നീ കള്ളം പറഞ്ഞു എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ആനന്ദേട്ടാ, ഞാൻ കള്ളം പറയോ? പിന്നെ കള്ളം പറയാത്തൊരു പുണ്യവതി. നീ എന്തൊക്കെ കാര്യങ്ങൾ കള്ളം പറഞ്ഞിട്ടുണ്ട്. നീ ജോലിക്കാണെന്നും പറഞ്ഞ് ഹോട്ടലിലോട്ട് ജോലിക്ക് പോയി. പഠിച്ചുവെന്നും പറഞ്ഞ് 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത നിന്നെ എന്റെ തലയിൽ കെട്ടിവെച്ചു. ഇതൊക്കെ നീ നിന്റെ വീട്ടുകാരൻ ചെയ്തതല്ലേ. ഇനിയും എന്തൊക്കെയോ കള്ളത്തരങ്ങള് നിങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ പുറത്തു കൊണ്ടുവരും. നീ എത്രയും വേഗം നിന്റെ ആധാർ കാർഡ് എടുത്തു വെക്കാൻ നോക്ക്. മര്യാദയ്ക്ക് അതെനിക്ക് തന്നില്ലെങ്കിൽ ഇപ്പൊ തന്നെ എല്ലാ സത്യങ്ങളും ഞാൻ എല്ലാവരോടും പറയും. ആനന്ദേട്ടാ, ആധാർ കാർഡ് എവിടെയാണെന്ന് അറിയില്ല, അതുകൊണ്ടാ. അത് തന്നെയാ പറഞ്ഞത്. നാളെ രാവിലെ വരെ നിനക്ക് സമയമുണ്ട്. അതിനിടയിൽ ആധാർ കാർഡ് എനിക്ക് എടുത്തു തന്നേ പറ്റൂ എന്ന് ആനന്ദ് ദേവിയോട് പറയുന്നുണ്ട്. ദേവിയാകെ പേടിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാ ആനന്ദിനേക്കാൾ 2 വയസ്സ് കൂടുതലാണല്ലോ ദേവിക്ക്. പിന്നെ വീട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത് ആനന്ദിനേക്കാൾ 2 വയസ്സ് കുറവാണ് ദേവിക്കെന്നാണ്. ദേവിക്ക് 26 വയസ്സും ആനന്ദിന് 28 വയസ്സും എന്നാണ് കല്യാണ സമയത്ത് പറഞ്ഞിരുന്നത്. അതൊക്കെ പൊളിയാൻ വേണ്ടി പോവാണ്. ആനന്ദ് നാളെ തന്നെ അത് കണ്ടുപിടിക്കുന്നുമുണ്ട്. ആ ത്രില്ലിംഗ് എപ്പിസോഡിനായിട്ട് എല്ലാവരും വാച്ച് ചെയ്യാം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റ് ഇടാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.